മേടം. മേടം രാശിക്കാർക്ക് 2025 അവരുടെ ഫലങ്ങൾ ശരാശരിയോ അല്ലെങ്കിൽ ശരാശരിക്ക് മുകളിലോ ആയിരിക്കാം. ശനിയുടെ പ്രത്യേക കൃപയാൽ, പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൽ, നിങ്ങൾക്ക് നിരവധി മേഖലകളിൽ അനുകൂലമായ ഫലങ്ങൾ നേടാൻ കഴിയും. രാശിഫലം 2025 ഇതിനുശേഷം ഫലങ്ങൾ താരതമ്യേന ദുർബലമായി തുടരാം. എന്നിരുന്നാലും മാർച്ച് മാസത്തിനു ശേഷവും അന്താരാഷ്ട്ര ബന്ധമുള്ളവർക്ക് നല്ല ഫലങ്ങൾ കൈവരിക്കാൻ കഴിയും. വ്യാഴത്തിന്റെ സംക്രമണം മെയ് പകുതി വരെ നിങ്ങളുടെ സാമ്പത്തിക വശം ശക്തമായി നിലനിർത്തും. ഈ വർഷം പൊതുവെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കുന്നതായി ആളുകൾ കാണുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ ഈ വർഷം കൂടുതൽ അർപ്പണബോധത്തോടെ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെയോ ജീവിത പങ്കാളിയുടെയോ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരേ സമയം പരസ്പരം ബന്ധം നിലനിർത്തുന്നതും നിർണായകമായിരിക്കും. പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ മുൻവർഷങ്ങളെപ്പോലെ ഈ വർഷം ശക്തമാകണമെന്നില്ല. പ്രതിവിധി: ദുർഗ്ഗമാതാവിനെ പതിവായി ആരാധിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇടവം. 2025 വർഷം ഇടവം രാശിയിൽ ജനിച്ച ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് കൂടുതൽ ജോലി ആവശ്യമായി വന്നേക്കാം, എന്നാൽ ഇത് നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിന്ന് നല്ല ഫലങ്ങൾ നൽകിയേക്കാം. നിങ്ങളെ അധികമായി പരിശ്രമിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് 2025 മാർച്ച് വരെ ശനി അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായി കാണുന്നു. 2025 മാർച്ചിന് ശേഷം ജോലിയുടെ മുഴുവൻ പ്രതിഫലവും കൊയ്യാൻ സാധിക്കും. അധിക പരിശ്രമം ആവശ്യമില്ലെങ്കിലും ഫലങ്ങൾ ഇപ്പോഴും പരിശ്രമത്തെ പ്രതിഫലിപ്പിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. രാശിഫലം 2025 മെയ് വരെ രാഹു സംക്രമം നിങ്ങൾക്ക് മികച്ച ഫലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. മെയ് മാസത്തിനു ശേഷം ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ശനിയും രാഹുവും അത്തരമൊരു സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വെല്ലുവിളികൾ വർഷം മുഴുവനും തുടരാമെന്നും എന്നാൽ വിജയകരമായ ജോലിയും അനുകൂലമായ ഫലങ്ങളും അവ പിന്തുടരുമെന്നും തോന്നുന്നു. വ്യാഴത്തിന്റെ സംക്രമം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം നൽകുമെന്ന് സൂചിപ്പിക്കുന്നു. പൊതുവെ വിദ്യാഭ്യാസത്തിന് നല്ല വർഷമായിരിക്കാം. വിവാഹം, ദാമ്പത്യ ജീവിതം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഈ വർഷം അനുകൂലമായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. കൂടാതെ 2025 പ്രണയബന്ധങ്ങൾക്ക് പൊതുവെ നല്ല ഫലങ്ങൾ കൊണ്ടുവന്നേക്കാം. പ്രതിവിധി: വെള്ളി ധരിക്കുന്നത് ശുഭകരമായിരിക്കും. മിഥുനം. മിഥുന രാശിക്കാർക്ക് 2025 വർഷം മികച്ചതായിരിക്കാം. അതിനാൽ 2024 മികച്ച വർഷമായിരിക്കും 2025. മാർച്ചോടെ ശനി ചില അപ്രതീക്ഷിത സഹായം വാഗ്ദാനം ചെയ്യുന്നു. അതിനുശേഷം കൂടുതൽ പരിശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാക്കാനും കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ വർഷം വളരെയധികം അധ്വാനം ആവശ്യമായി വരുമെങ്കിലും ഫലങ്ങൾ ഗണ്യമായി വലുതും പൂർത്തീകരിക്കുന്നതുമായിരിക്കും. രാഹുവിന്റെ സംക്രമത്തിലുടനീളം നിങ്ങളുടെ മുതിർന്നവരുമായും സഹപ്രവർത്തകരുമായും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കേണ്ടത് നിർണായകമാണ്. കഠിനാധ്വാനത്തോടൊപ്പം മതം, ആത്മീയത, ദൈവത്തോടുള്ള പ്രതിബദ്ധത എന്നിവ അത്യാവശ്യമാണ്. രാശിഫലം 2025 അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മാനസിക ശാന്തത നിലനിർത്താൻ കഴിയൂ. അത് നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവും ബിസിനസ് ജീവിതത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തും. ആത്മീയതയിൽ നിന്ന് അകന്നുനിൽക്കുന്നത് ചിലപ്പോൾ ആളുകളെ മാനസികമായി കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയേക്കാം. വ്യാഴത്തിന്റെ സംക്രമണം മെയ് മാസത്തിൽ ശരാശരി ഫലങ്ങളും അതിനുശേഷം കുറച്ച് മെച്ചപ്പെട്ട ഫലങ്ങളും നൽകും. തൽഫലമായി നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഈ വർഷം വ്യത്യസ്ത ഫലങ്ങൾ നൽകിയേക്കാം. കൂടാതെ ഫലങ്ങൾ ശരാശരിക്ക് മുകളിലായിരിക്കാം. വ്യക്തിപരമായ ജീവിതത്തിന്റെ കാര്യത്തിൽ മെയ് അനുകൂല മാസമായിരിക്കാം. നിങ്ങളുടെ ദാമ്പത്യത്തിലായാലും പ്രണയബന്ധത്തിലായാലും മെയ് മാസത്തിനുശേഷം നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ നേടാൻ കഴിയും. മെയ് മാസത്തിനുശേഷം വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. പ്രതിവിധി: സാധ്യമാകുമ്പോഴെല്ലാം ഒരു പ്രതിവിധിയായി 10 അതിലധികമോ അന്ധരായ വ്യക്തികൾക്ക് ഭക്ഷണം നൽകുക. കർക്കടകം. കർക്കടക രാശിക്കാരെ 2025 നിങ്ങൾക്ക് പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നൽകും. മുമ്പത്തെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം തോന്നുകയും നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ തീക്ഷ്ണതയും ഊർജ്ജവും കാണുകയും ചെയ്യാം. രാശിഫലം 2025 പ്രത്യേകിച്ച് മാർച്ചിന് ശേഷം മുതിർന്നവരുടെ മാർഗനിർദ്ദേശത്തിലാണ് നിങ്ങൾ വളരുന്നതെന്ന് വ്യക്തമാകും. പ്രശ്നങ്ങൾ ഇതുവരെ പൂർണ്ണമായും നീങ്ങുന്നതായി തോന്നുന്നില്ല, പക്ഷേ പ്രശ്നങ്ങൾ കുറയുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ നെടുവീർപ്പ് ഉയരാൻ കഴിയും. മെയ് മാസത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ഇനിയും അവസരമുണ്ട്. അതേസമയം മെയ് മാസത്തിനു ശേഷം ചെലവുകളും വർദ്ധിച്ചേക്കാം.
വിദേശത്തോ അവരുടെ ജന്മസ്ഥലത്ത് നിന്ന് അകലെയോ താമസിക്കുന്നവർക്ക് മെയ് മാസത്തിനു ശേഷവും നല്ല ഫലങ്ങൾ അനുഭവപ്പെടാം. എന്നാൽ കുടുംബവും സാമ്പത്തിക കാര്യങ്ങളും വരുമ്പോൾ മറ്റുള്ളവർ കൂടുതൽ ജാഗ്രതയും വിവേകവും പാലിക്കേണ്ടതുണ്ട്. മേയ്ക്കു ശേഷം രാഹുവിന്റെ സംക്രമവും ദുർബലമായിരിക്കും. അതിനാൽ ഇടയ്ക്കിടെ ചില അപ്രതീക്ഷിത പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രണയവിവാഹത്തിനും ദാമ്പത്യകാര്യങ്ങൾക്കും മെയ് മാസം താരതമ്യേന മികച്ചതായിരിക്കും. മെയ് മാസത്തിനു മുമ്പായി പഠനത്തിന്റെ വേഗത നിലനിർത്തിയാൽ ഭാവിയിൽ വിദ്യാർത്ഥികൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് തുടരും. പ്രതിവിധി: പീപ്പൽ മരത്തിന് പതിവായി വെള്ളം നൽകുക. ചിങ്ങം രാശിക്കാർ 2025 ചില മേഖലകളിൽ ശക്തമായ വർഷവും മറ്റുള്ളവയിൽ ദുർബലവുമായിരിക്കും. വർഷം പലതരത്തിലുള്ള ഫലങ്ങളുണ്ടാക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ശനിയുടെ മാർച്ചിലെ സംക്രമത്തിൽ നിന്നുള്ള ഫലങ്ങൾ ശരാശരി മികച്ചതും മോശമായപ്പോൾ മോശവുമാണ്. തൽഫലമായി ബിസിനസ്, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വെല്ലുവിളികളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. സ്ഥലം മാറ്റത്തിനോ ജോലി മാറ്റത്തിനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. തൽഫലമായി നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ഒഴിവാക്കേണ്ടതായി വന്നേക്കാം. മൊത്തത്തിൽ എന്നിരുന്നാലും ഈ വർഷം സമ്പദ്വ്യവസ്ഥയുടെ കാര്യത്തിൽ ഉൽപ്പാദനക്ഷമമായിരിക്കണം. കാരണം വർഷത്തിന്റെ തുടക്കത്തിൽ വ്യാഴത്തിന്റെ ഭാവം ധനസ്ഥിതിയിലായിരിക്കും. വ്യാഴം ഒടുവിൽ ലാഭഭവനത്തിൽ എത്തുകയും വിവിധ മാർഗങ്ങളിലൂടെ നേട്ടം കൊയ്യുകയും ചെയ്യും. ജോലിയിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകാമെങ്കിലും പണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടായേക്കാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ മെയ് മാസത്തിനു ശേഷമുള്ള കാലയളവ് മികച്ച ഫലങ്ങൾ നൽകിയേക്കാം. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ പൊരുത്തം വെളിപ്പെടുത്തും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മറ്റും അനുകൂലമായ ഫലങ്ങൾ കൈവരിക്കാൻ കഴിയും. ഇതിനു വിപരീതമായി മെയ് മാസത്തിനു ശേഷമുള്ള മാസങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മികച്ച ഫലങ്ങൾ ഉണ്ടാക്കുന്നതായി തോന്നുന്നു. പ്രതിവിധി: എല്ലാ 4-ാമത്തെ മാസവും ശുദ്ധമായ ഒഴുകുന്ന വെള്ളത്തിൽ 6 കെയർ തേങ്ങകൾ ഒഴിക്കുക. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 ശരാശരിയോ ശരാശരിയേക്കാൾ മികച്ചതോ ആയ ഫലങ്ങൾ നൽകിയേക്കാം. മറുവശത്ത് ശനിയുടെ സംക്രമണത്തിന്റെ കാര്യം വരുമ്പോൾ വർഷത്തിന്റെ തുടക്കം മുതൽ മാർച്ച് മാസം വരെ കാര്യങ്ങൾ വളരെ നന്നായി നടക്കുന്നതായി തോന്നുന്നു. പിന്നീട് ശനിയുടെ സംക്രമണം ഇടയ്ക്കിടെ ശരാശരി ഫലങ്ങൾ നൽകും. വ്യാഴത്തിന്റെ സംക്രമണം മെയ് പകുതിയോടെ മികച്ച ഫലങ്ങൾ നൽകുന്നു. അതിനുശേഷം അത് അസ്ഥിരമായ ഫലങ്ങൾ ഉണ്ടാക്കാം. നിങ്ങളുടെ 1-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലും നിന്നുള്ള രാഹു കേതുവിന്റെ സ്വാധീനം മെയ് മാസത്തിനു ശേഷം നിലയ്ക്കും എന്നതാണ് ഇതിന്റെയെല്ലാം ഗുണം. തൽഫലമായി ബിസിനസ്സുകൾക്ക് ഇനി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. വൈവാഹിക ആശങ്കകളിലേക്കും പൊരുത്തം വ്യാപിക്കും. വിവാഹത്തിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. ആരോഗ്യരംഗത്തും താരതമ്യേന പുരോഗതി കാണാം. പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഗ്രേഡുകൾ നേടാനുള്ള സാധ്യതയുമുണ്ട്. രാശിഫലം 2025 ഈ രീതിയിൽ കുറച്ച് ഒഴിവാക്കലുകളോടെ ഈ വർഷത്തെ ഭൂരിഭാഗം സാഹചര്യങ്ങളും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകുന്നതായി ഞങ്ങൾ കണ്ടെത്തി. പ്രതിവിധി: നെറ്റിയിൽ പതിവായി കുങ്കുമ തിലകം പുരട്ടുക. തുലാം നിങ്ങളിൽ തുലാം രാശിക്കാർക്ക് 2025 മൊത്തത്തിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ വർഷമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മെയ് മാസത്തിനു ശേഷം സാഹചര്യങ്ങൾ അനുകൂലമായേക്കാം. മാർച്ച് മാസത്തിലെ ശനിയുടെ ശുഭകരമായ സംക്രമത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻകാല പ്രശ്നങ്ങൾ തരണം ചെയ്യാനും പുതിയ ദിശകളിൽ പുരോഗതി കൈവരിക്കാനും കഴിയും. മികച്ച ഫലങ്ങൾ സാധ്യമാണ്, പ്രത്യേകിച്ച് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മുതലായവ. വ്യക്തമായും വിശകലനപരമായും ചിന്തിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഇപ്പോൾ കൂടുതൽ ഫലപ്രദമായി ആസൂത്രണം ചെയ്യാനും ബിസിനസ്സിൽ വിജയിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കും. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല. മെയ് പകുതിക്ക് ശേഷം വ്യാഴം അനുകൂലമായി നിൽക്കുന്നതും കാര്യമായ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് മികച്ച ഭാഗ്യം അനുഭവപ്പെടും. പ്രായമായവരുടെ ജ്ഞാനവും അനുഗ്രഹവും ഭാവി വിജയത്തിന് വഴിയൊരുക്കും. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വ്യാഴം നിങ്ങളുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കും. മറുവശത്ത് ചില വ്യക്തികൾക്ക് വ്യാഴത്തിൽ നിന്ന് അനുകൂലമായ സാമ്പത്തിക വശങ്ങൾ ലഭിച്ചേക്കാം. മെയ് പകുതിക്ക് ശേഷം പ്രണയം, വിവാഹം, ദാമ്പത്യ ജീവിതം തുടങ്ങിയ മേഖലകളിൽ നല്ല പൊരുത്തമുണ്ടാകും. പ്രതിവിധി: മാംസം, മദ്യം അല്ലെങ്കിൽ വ്യഭിചാരം എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കുന്നത് ഒരു മാന്ത്രിക പ്രതിവിധിയായി പ്രവർത്തിക്കും. വൃശ്ചികം രാശിക്കാർ 2025 നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫലങ്ങളുണ്ടാക്കും. മാർച്ചിന് ശേഷമുള്ള 4-ാം ഭാവത്തിൽ നിന്ന് ശനിയുടെ സംക്രമണം അതിന്റെ നെഗറ്റീവ് വശങ്ങളെ നിയന്ത്രിക്കുന്നതായി തോന്നുന്നു. എന്നിരുന്നാലും മെയ് മാസത്തിൽ അതേ വീട്ടിൽ നിന്ന് രാഹുവിന്റെ സംക്രമണം സംഭവിക്കും. തൽഫലമായി ചില സുപ്രധാന പ്രശ്നങ്ങൾ പോയേക്കാം, മറ്റുള്ളവ വീണ്ടും ഉയർന്നു വന്നേക്കാം.
മറുവശത്ത് നിങ്ങൾ കുറച്ച് ദിവസങ്ങളായി അവ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആമാശയത്തിലോ മസ്തിഷ്കത്തിലോ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താം. രാശിഫലം 2025 മെയ് പകുതി വരെ 7-ാം ഭാവത്തിലൂടെ വ്യാഴത്തിന്റെ സംക്രമണം നിങ്ങളെ അനുകൂലമായി ബാധിക്കുന്നതായി കാണുന്നു. എന്നാൽ അതിനുശേഷം വ്യാഴം 8-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് വ്യാഴത്തെ കുറച്ചുകൂടി ദുർബലമാക്കും. രണ്ടാമത്തെ വീടിന്റെ സ്വാധീനം കാര്യമായ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, എന്നാൽ വരുമാന സ്രോതസ്സുകൾ സാവധാനത്തിൽ നിലനിൽക്കും. മെയ് വരെയുള്ള കാലയളവ് താരതമ്യേന കൂടുതലാണെന്നും വാദിക്കാം. വിദ്യാഭ്യാസപരമായ പരിഗണനകളുടെ കാര്യത്തിൽ പ്രയോജനകരമാണ്. വിവാഹം, വിവാഹനിശ്ചയം, പ്രണയബന്ധങ്ങൾ, കുട്ടികളുണ്ടാകൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് മുതലായവ മെയ് പകുതിക്ക് മുമ്പുള്ള സമയവും അനുകൂലമായിരിക്കും. പ്രതിവിധി: 4 മാസം കൂടുമ്പോൾ 400 ഗ്രാം മല്ലിയില ശുദ്ധവും ഒഴുകുന്നതുമായ വെള്ളത്തിൽ ഒഴുക്കുന്നത് ശുഭകരമാണ്. ധനു 2025 ധനുരാശിയിൽ ജനിച്ച ആളുകൾക്ക് ശക്തവും ദുർബലവുമായ ഫലങ്ങൾ കൊണ്ടുവരാൻ കഴിയും. വ്യാഴത്തിന്റെ സംക്രമണം 2025 മെയ് വരെ ദുർബലമായി തുടരുമെങ്കിലും 2025 മാർച്ച് വരെ ശനിയുടെ സംക്രമം നിങ്ങൾക്ക് തികച്ചും നല്ലതാണ്. മെയ് പകുതിക്ക് ശേഷം വ്യാഴത്തിന്റെ സംക്രമണം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ മാർച്ചിന് ശേഷം ശനിയുടെ സംക്രമം കുറയും. ഈ വലിയ സംക്രമണങ്ങളിൽ ഓരോന്നിനും ശക്തവും ദുർബലവുമായ ഫലങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. എന്നിരുന്നാലും മെയ് മാസത്തിൽ ആരംഭിക്കുന്ന 4-ാം ഭാവത്തിൽ നിന്ന് രാഹുവിന്റെ സംക്രമണം അതിന്റെ നെഗറ്റീവ് ഇല്ലാതാക്കും. അനുകൂലമായ ഫലങ്ങളുടെ സമ്പത്ത് ഉണ്ടാകും. തൽഫലമായി ശനി കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയില്ല. ഗാർഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളോ പഴയ പ്രശ്നങ്ങളോ ഇല്ലാതാകും. എന്നിരുന്നാലും മാറ്റത്തിന്റെ ആത്മാവിന് മനസ്സിനെ കുറച്ച് പ്രസന്നമാക്കാൻ കഴിയും. വ്യാഴത്തിന്റെ സംക്രമണം സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തുന്നത് തുടരും. തൽഫലമായി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ല. മെയ് മാസത്തിനു ശേഷം വരുമാന സ്രോതസ്സുകളിൽ വർധന ഉണ്ടായേക്കാം. പ്രണയം, വിവാഹം, സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ മെയ് മാസത്തിനു ശേഷമുള്ള മാസങ്ങൾ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകിയേക്കാം. പ്രതിവിധി: കാക്കയ്ക്കോ എരുമയ്ക്കോ പാലും ചോറും നൽകുന്നത് ഐശ്വര്യപ്രദമായിരിക്കും. മകരം 2025 വർഷം മകരം രാശിയിൽ ജനിച്ച ആളുകൾക്ക് മുൻകാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ പ്രയോജനപ്രദമായിരിക്കും. കുറച്ചുകാലമായി നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ നീക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. കൂടാതെ കുടുംബത്തിൽ നിലനിൽക്കുന്ന സംഘർഷം ഉടൻ പരിഹരിക്കപ്പെടും. ജോലി, കരിയർ മുതലായവ മാറാൻ ശ്രമിച്ചാൽ മാറ്റവും സാധ്യമാണ്. കൂടാതെ ബിസിനസ് മാറ്റങ്ങളിലൂടെ കടന്നുപോകാം. കൂടാതെ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നത് സാധ്യമാകും. നിങ്ങൾക്ക് വളരെ ശക്തമായ മനസ്സുണ്ടായിരിക്കും. തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിക്കും. അതിനിടയിൽ എവിടെ നിന്നെങ്കിലും നല്ല വാർത്തകളും കേൾക്കാം. ഇതൊക്കെയാണെങ്കിലും മെയ് മാസത്തിനു ശേഷം കുടുംബം, സാമ്പത്തികം എന്നീ മേഖലകളിൽ ജാഗ്രത തുടരുന്നതാണ് ബുദ്ധി. മെയ് മാസത്തിൽ രാഹു 2-ാം ഭാവത്തെ ബാധിക്കാൻ തുടങ്ങും. മാർച്ച് മുതൽ ശനി അതിൽ നിന്ന് അതിന്റെ സ്വാധീനം നീക്കം ചെയ്യുന്നുവെങ്കിലും തൽഫലമായി പ്രശ്നങ്ങൾ മുമ്പത്തേക്കാൾ വലിയ അളവിൽ പരിഹരിക്കപ്പെടും. ചില ചെറിയ തടസ്സങ്ങൾ ഇപ്പോഴും ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് കുടുംബം, സാമ്പത്തികം എന്നീ മേഖലകളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. മെയ് പകുതിക്ക് മുമ്പ് പ്രണയബന്ധങ്ങൾക്ക് ഇത് നല്ല സീസണാണ്. കൂടാതെ വിവാഹം, ദാമ്പത്യ ജീവിതം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇത് അനുകൂലമായിരിക്കും. പക്ഷേ മെയ് പകുതിക്ക് ശേഷം ഈ കാര്യങ്ങൾക്ക് സമയം പ്രയോജനകരമല്ല. മിക്കവാറും വർഷം മുഴുവനും വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനം ചെയ്യും. പ്രതിവിധി: എല്ലാ 3-ാമത്തെ മാസവും പൂജാരിക്ക് കുറച്ച് മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുന്നത് ഐശ്വര്യമാണ്. കുംഭം കുംഭരാശിക്കാർക്ക് 2025 സമ്മിശ്ര ഭാഗ്യം അനുഭവപ്പെടാം. നിങ്ങൾക്ക് ഇടയ്ക്കിടെ ശരാശരി ഫലങ്ങളെക്കാൾ മികച്ച നേട്ടം കൈവരിക്കാനാകും. ഒരു വശത്ത് മാർച്ചിന് ശേഷം ആദ്യ ഭവനത്തിൽ ശനിയുടെ സ്വാധീനം കുറയുന്നു. കൂടുതൽ ഊർജ്ജസ്വലതയും അനുഭവിക്കാൻ നിങ്ങളെ സഹായിക്കും. പൂർത്തിയാകാത്ത ജോലികൾ വേഗത്തിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും. യാത്രകളും നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകും. എന്നിരുന്നാലും മെയ് മാസത്തിനു ശേഷം ആദ്യ ഭാവത്തിൽ രാഹുവിന്റെ സംക്രമണം വീണ്ടും സമാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കും. എന്നിരുന്നാലും പ്രശ്നങ്ങളുടെ സ്വഭാവം സൗമ്യവും ചെറുതും ആയി തുടരാം. മറ്റൊരു വാക്കിൽ അവ പൂർണ്ണമായും അപ്രത്യക്ഷമാകില്ല, പക്ഷേ അവ മുമ്പത്തെപ്പോലെ മോശമാകില്ല. അതുപോലെ നിങ്ങളുടെ ആരോഗ്യം നോക്കുകയും നിങ്ങളുടെ യഥാർത്ഥ ഊർജ്ജത്തിന് അനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് യുക്തിസഹമാണ്. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ പോസിറ്റീവ് രീതിയിൽ നിലനിർത്തുകയും നിങ്ങളുടെ ജോലി ക്രമേണ പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ വർഷം നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യം നിരീക്ഷിക്കുന്നത് നിർണായകമാണ്.
എന്നിരുന്നാലും മെയ് പകുതിക്ക് ശേഷം വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് നിങ്ങളെ വിവിധ ഉദ്യമങ്ങളിൽ വിജയിപ്പിക്കാൻ സഹായിക്കും. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ മെയ് പകുതിയോടെ നിങ്ങളുടെ ഗ്രേഡുകൾ ഗണ്യമായി മെച്ചപ്പെടും. പ്രണയബന്ധങ്ങൾക്ക് ഈ വ്യാഴ സംക്രമത്തിൽ നിന്നും ഗുണം ലഭിക്കും. വ്യാഴത്തിന്റെ സംക്രമം വിവാഹനിശ്ചയം, വിവാഹം, ദാമ്പത്യ ജീവിതം എന്നിവയ്ക്ക് അനുകൂലമാണ്. മൊത്തത്തിൽ കേതു ചിലപ്പോൾ വിവാഹബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. രാശിഫലം 2025. അതിനാൽ വ്യാഴം ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നും എന്നാൽ പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഇതിനു സമാനമായി ജോലിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകും. ബിസിനസ്, തൊഴിൽ മുതലായോ. ചുരുക്കത്തിൽ ഈ വർഷം വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ കഠിനാധ്വാനവും ചിന്താപൂർവമായ തയ്യാറെടുപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ മറികടക്കാനും വിജയിക്കാനും കഴിയും. പ്രതിവിധി: കഴുത്തിൽ വെള്ളി ചങ്ങല ധരിക്കുന്നത് ശുഭകരമാണ്. മീനം. മീനരാശി 2025 നിങ്ങൾക്ക് ഒരു സമ്മിശ്ര വർഷമായിരിക്കാം. മെയ് മാസത്തിനു ശേഷം രാഹുവിന്റെ സ്വാധീനം നിങ്ങളുടെ ആദ്യ ഭവനം വിട്ടുപോകും. ഇത് നിങ്ങളെ സമ്മർദ്ദം കുറയ്ക്കാനും കൂടുതൽ സുഖകരമാക്കാനും സഹായിക്കും. മറുവശത്ത് മാർച്ചിൽ ആരംഭിക്കുന്നു ശനി നിങ്ങളുടെ ആദ്യ ഭവനത്തിൽ പ്രവേശിക്കും. അത് നിങ്ങളെ അലസതാക്കിയേക്കാം. അതിനാൽ നിങ്ങളുടെ ജോലി സംബന്ധമായ ബിസിനസ് ഒരു നിശ്ചിത അളവിലുള്ള അശ്രദ്ധയോടെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. നിങ്ങൾ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുകയും അശ്രദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. ഈ വർഷം വ്യാഴത്തിന്റെ സംക്രമവും നിങ്ങൾക്ക് വൈവിധ്യമാർന്ന ഫലങ്ങൾ നൽകും. മെയ് പകുതിക്ക് മുമ്പ് വ്യാഴം ലാഭഭവനത്തിൽ ദർശനം നടത്തി നല്ല ലാഭം നേടാൻ ആഗ്രഹിക്കുന്നു. മെയ് പകുതിക്ക് ശേഷം നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് ഫലമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദൂരെ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും. വിദൂരമായി ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ കഴിയുന്ന വ്യക്തികൾക്കും വിജയം കൈവരിക്കാൻ കഴിയും. അവരുടെ ജന്മസ്ഥലത്തിന്റെ സമീപ പ്രദേശങ്ങളിലെ ശേഷിക്കുന്ന ജീവനക്കാർക്ക് അല്പം അനുഭവപ്പെടുന്നത് തുടരാമവരുടെ ജോലിയിൽ തൃപ്തനല്ല. മൊത്തത്തിൽ എന്നിരുന്നാലും ഈ വർഷം നിങ്ങൾക്ക് ശരാശരി അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ശരാശരിയേക്കാൾ മികച്ചത്. പ്രതിവിധി: സ്വയം ശുദ്ധവും സദ്ഗുണവും നിലനിർത്തി കുരങ്ങുകൾക്ക് ശർക്കരയും പയറും നൽകുന്നത് ഐശ്വര്യമായിരിക്കും.